നമുക്കറിയാം, ലോകത്ത് കരുണ പറ്റിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളികളിൽപ്പെട്ട ശ്രീരശ്മി എന്നറിയപ്പെടുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി തന്നാൽ കഴിയുന്ന തരത്തിലുള്ള ഗസയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. 3000 ലിറ്റർ വാട്ടർ ടാങ്ക് അടങ്ങുന്ന അല്ലെങ്കിൽ വെള്ളമടങ്ങുന്ന ഒരു വലിയൊരു മഹാസേവനം ചെയ്തു. 50-60 കുടുംബങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് ഭക്ഷണ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അത് ഇന്ന് കേരളം മൊത്തം മലയാളി സമൂഹം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം കലഹങ്ങൾ കൂടാതെ മനുഷ്യപ്പറ്റ് ഉള്ളിലൊതുക്കി ജീവിക്കുന്ന, മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാളി സമൂഹം മുഴുവനും ശ്രീരശ്മിയുടെ പേരിൽ ഇന്ന് അഭിമാനം കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം. ഗസയിലെ തെരുവുവീഥികളിൽ നടക്കുന്ന ക്രൂരമായ നരവേട്ടകൾ അത് മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വേദനയല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഈ വിജയദശമി ദിനത്തിൽ, ഹൈന്ദവ സഹോദരങ്ങളുടെ വിജയദശമി ദിനത്തിൽ കാഞ്ഞങ്ങാടുള്ള ഒരു പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ ശ്രീരശ്മി രേഷ്മ എന്നറിയപ്പെടുന്ന 2 ദമ്പതികളുടെ 2 വയസ്സ് പ്രായമുള്ള നിള എന്ന പെൺകുട്ടി, 2 വയസ്സ് മാത്രം പ്രായമുള്ള, കുഞ്ഞിളം നാവ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൈത്തണ്ടകൾ കൊണ്ട് എഴുതാൻ മാത്രം പ്രായമുള്ള ആ നിള എന്ന കൊച്ചു പിഞ്ചോമനെ എടുത്തുനിർത്തിയത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഹരിശ്രീയെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയകൾ വഴിയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വഴിയും പത്രത്തിലൂടെയും ഒക്കെ വളരെ വൈറലായി കൊണ്ടിരിക്കുന്ന ഗസയിലെ വളരെ ദയനീയമായ രംഗത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്റെ പിഞ്ചോമന നിള എന്ന പിഞ്ചോമന മകൾക്കു വേണ്ടി അവർ ഹരിശ്രീ കുറിച്ചത് ഹരിശ്രീ എന്ന വാക്കായിരുന്നില്ല, മറിച്ച് ഗസ എന്ന പേര്, ഗസ എന്ന നാമം എഴുതിക്കൊണ്ടായിരുന്നു തുടക്കം കുറിച്ചത്. ഇവിടെയൊക്കെ നാം ചർച്ച ചെയ്യുമ്പോ ഫലസ്തീനിന്റെ വിഷയം കേവലം മുസ്ലിം സമുദായത്തിന്റെ വിഷയം മാത്രമല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യപ്പറ്റുള്ള, എന്നെപ്പോലെ നിങ്ങളെപ്പോലുള്ള, നമുക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ അവരുടെയൊക്കെ അവസ്ഥ നാം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടാകുന്ന വേദന, അത് നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന വേദന പോലെ പ്രിയപ്പെട്ടവരെ ഗസയിലെ മനുഷ്യരെ കാണാൻ കഴിയുന്ന ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചതുപോലെ, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം. അത് ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയം അതിലേക്ക് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് സാന്ദർഭികമായി സൂചിപ്പിച്ചു, ഇങ്ങനെ ലോകത്ത് മനുഷ്യപ്പറ്റു പറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാർഥവാഹക സംഘമായി സുമൂദ് ഫ്ലോട്ടില്ലയും അതുപോലെ ശ്രീരശ്മിയും അതുപോലെ പ്രയേഷ് രേഷ്മ ദമ്പതികളും നമ്മുടെ നാട്ടിലുള്ളപ്പോ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ ക്രൂരമായ നരാധമത്വത്തിന്റെ കീഴിൽ വാക്കും നാക്കും കൊണ്ട് ചലിപ്പിക്കാൻ കഴിയാത്തവർ, എഴുതാൻ കഴിയാത്തവർ, കണ്ണടച്ച് അല്ലെങ്കിൽ ആ ദുരന്തത്തിലേക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കാൻ കഴിയാത്തവർ നമ്മുടെ രാജ്യത്തുണ്ട്, പുറം ലോക രാജ്യങ്ങളിലുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. മറുഭാഗത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു വിഭാഗം പരസ്പരം ഇന്ന് കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കേണ്ട ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ രാജ്യം മതേതരത്വ രാജ്യമാണ്. നമ്മുടെ രാജ്യം, ആ രാജ്യം ഇന്ന് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും എനിക്കിഷ്ടപ്പെട്ട മതത്തിനെ കുറിച്ച് എഴുതാനും എനിക്കിഷ്ടപ്പെട്ട ആചാര്യനെ കുറിച്ച് സംസാരിക്കാനും എനിക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് സംസാരിക്കാനും നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുമ്പോൾ, നമുക്കറിയാം അങ്ങകലെ UP-യിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബാനർ തന്റെ വീടിന്റെ മുന്നിൽ ഉയർത്തതിന്റെ പേരിൽ കലാപം നടക്കുകയാണ്. അവിടെ
അവിടെ വീടുകളിൽ ഇരിച്ചു നിരത്തപ്പെടുകയാണ്. അതിനുവേണ്ടി പ്രതിഷേധം നടത്തിയവരെ തല്ലി ചതയ്ക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. അവരെ ജയിലറകളിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയിടുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന രംഗമാണ് കാണാനുള്ളത്. ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനും ജീവിതവും നഷ്ടപ്പെട്ടാലും ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച നാമം അത് അല്ലാഹുവിന്റെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ്. ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ജീവൻ പ്രശ്നമല്ല, നമ്മുടെ കുടുംബം പ്രശ്നമല്ല, നമ്മുടെ സമ്പാദ്യം പ്രശ്നമല്ല. എന്ത് നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംസാരവും ഒരു എഴുത്തും ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തേക്ക് ചേർത്ത് വെച്ച് പിടിക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കട്ടെ, നാം സ്നേഹിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്നത് മറ്റാരേക്കാളും, എന്റെ ഉമ്മയെക്കാളും, എന്റെ ബാപ്പയെക്കാളും, എന്റെ സഹോദരങ്ങളെക്കാളും എനിക്ക് തുണ നൽകുന്ന, ഇണ നൽകുന്ന, അല്ലെങ്കിൽ എനിക്ക് കൂടെ എന്നോടൊപ്പം കൂടി ചേർന്നിരിക്കുന്ന എന്റെ ഇണകയെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാറ്റി നിർത്തിയിട്ട് വിശ്വാസിക്കൊന്നും കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വർഗീയ കോമരങ്ങൾ, വർഗീയ ജാതി പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്നും മനസ്സിലാക്കി നോക്കട്ടെ. മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ, ഏതെങ്കിലും ഒരു സംഘടനയോ, ഏതെങ്കിലും ഒരു സമൂഹമോ ഇതര സമുദായത്തിലെ സഹോദരങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ ദൈവങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഐ ലവ് ജീസസ് എന്ന് ഏതെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞാലോ, ഐ ലവ് ഉണ്ണിക്കണ്ണൻ എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞാലോ, ഇവിടെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളോ, മുസ്ലിം സഹോദരങ്ങളോ, മുസ്ലിം സംഘടനകളോ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നടക്കാറുണ്ടോ? ഇല്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ പത്തരമാറ്റിന്റെ ദീൻ അത് മറ്റൊരു സമുദായത്തിനും പോറലേൽക്കാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃത്യമായ പാഠമാണ് ഒരു വിശ്വാസി പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, മതേതര ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന രാജ്യത്ത് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് വിശ്വാസിയാണെങ്കിലും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. കാരണം ആ പ്രഖ്യാപനം അത് വാക്കുകളിലും നാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല, ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിപ്പിക്കപ്പെട്ട സംസ്കാരമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കട്ടെ, മറ്റാരേക്കാളും നാം ചേർത്ത് പിടിക്കേണ്ട സംസ്കാരം ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പരിശുദ്ധമായ റസൂലിന്റെ പരിശുദ്ധമായ തിരുസുന്നത്തുകളാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു വന്ന വിഷയം. അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഭക്ഷണത്തിന്റെ സംസ്കാരം, ആ ഭക്ഷണത്തിന്റെ സംസ്കാരം എന്താണ് എന്നും അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അതെങ്ങനെയാണ് എന്നും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. ആധുനിക വൈദ്യശാസ്ത്രം നമുക്കറിയാം, ശാസ്ത്രലോകം വികാസം പ്രാപിക്കാത്തൊരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹിതമായ സംസ്കാരം ഇന്ന് ശാസ്ത്രലോകം പോലും അമ്പരന്ന് ആശ്ചര്യപ്പെട്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിത്തങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് ഒരുപാട് ബർക്കത്ത് നേടിയെടുക്കേണ്ടതുണ്ട്. ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കുറെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും എനിക്കൊരു ഐശ്വര്യമില്ല, എനിക്ക് അഭിവൃദ്ധിയില്ല, ഉയർച്ചയില്ല, എനിക്ക് ആരോഗ്യമില്ല എന്നും പ്രശ്നമാണ്, രോഗമാണ് എന്ന് പുലമ്പുകയും വിതുമ്പുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരുന്നു. ആ വിശുദ്ധമായ തിരുസുന്നത്തുകൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനം നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് പരിപൂർണ്ണ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ സംസ്കാരമായിട്ട് വിശ്വഗുരു ലോകത്തിനോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ
അമിതമായ ചൂടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുതേ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു ശുർബൽ ഹമീം. അമിതമായ ചൂടുള്ള വെള്ളം റസൂലുള്ളാഹി തങ്ങൾ വെറുത്തിരുന്നു. എനിക്കും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല തിളച്ചു പൊന്തുന്ന 100 ഡിഗ്രി സെൽഷ്യസിനപ്പുറം തിളച്ചു പൊന്തുന്ന ചൂടുള്ള ചായയാണ് ഇഷ്ടം. വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാവ് പോലും വെന്തുരുകി പോകുന്ന തരത്തിലുള്ള ചൂടുള്ള വെള്ളമാണ് നമുക്കിഷ്ടം. ആ വെള്ളം എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ ഭാര്യ തന്നിട്ടില്ല എങ്കിൽ ആ ഭാര്യയുടെ മുന്നിലേക്ക് ചായ കൊണ്ടുവച്ച ഗ്ലാസുകളും കോപ്പകളും മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്കാരമായി നമ്മുടെ സംസ്കാരം എന്ന് മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, അമിതമായ ചൂടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുതേ, അമിതമായ ചൂടുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുതേ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു ശുർബൽ ഹമീം. നബി തങ്ങൾ ചൂടുള്ള വെള്ളം നബി തങ്ങൾ ഉപയോഗിക്കുമായിരുന്നില്ല. കാന യഖൂലു ലാ യുക്കലു തുആമുൻ ഹത്താ യദ്ഹബ ബുഖാറഹു. നബി തങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചാൽ, നബി തങ്ങളുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ആവി മാറുന്നത് വരെ നബി തങ്ങൾ കഴിക്കുമായിരുന്നില്ല. അത് ചൂട് മാറിയതിനു ശേഷമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ തിരുസുന്നത്തുകൾക്ക് വിരുദ്ധമായ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലകൾ സ്തംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരം ഇന്ന് രോഗങ്ങൾ കൊണ്ട് രോഗാണുക്കൾ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമിതമായ ചൂടുള്ള വെള്ളം, നിങ്ങൾ ചൂടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ അമിതമായ ചൂടുള്ള വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുതേ, അമിതമായ ചൂടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കരുതേ. മഹദി അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാനത് ഇദാ തറദ്ദദത് ശൈഅൻ ഖദ്ദതുഹു വതാ യദ്ഹബ ഫൗറുഹു. മഹദി അസ്മാ ബിൻത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്തെങ്കിലും ഭക്ഷണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിനെ മൂടി വെക്കുമായിരുന്നു എത്രേ. എന്നിട്ട് എന്തിനാ ഹത്താ യദ്ഹബ ഫൗറുഹു, അതിന്റെ ചൂട് ആവി മാറുന്നത് വരെ. കാരണം സുമ്മയഖൂലു, എന്നിട്ട് അവർ പറയുമായിരുന്നു എത്രേ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അസ്മാ ബിബി റളിയല്ലാഹു തആല പറയുമായിരുന്നു. ഇന്നഹു അഅ്ലമു ലിൽ ബറക, ഈ ചൂട് പോയ ഭക്ഷണമാണ്, ചൂട് കുറഞ്ഞ ഭക്ഷണമാണ് ബറക്കത്തിന് ഏറ്റവും ഉത്തമമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട് എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ആ തിരുസുന്നത്തുകൾ, ആ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ഒരു ദിവസത്തെ ജീവിതം കഴിഞ്ഞു പോകേണ്ടത്. അവന്റെ ജീവിതം ആരംഭിക്കേണ്ടതും അവന്റെ ഒരു ദിവസം അവസാനിക്കേണ്ടതും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ദീൻ അനുസരിച്ചുള്ള ജീവിതമാണ്. ആ തിരുസുന്നത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധമായ ജീവിതമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, അമിതമായ ചൂടുള്ള ഭക്ഷണം, അമിതമായ ചൂടുള്ള വെള്ളം, അത് കുടിക്കാൻ നേരത്ത് നമുക്ക് കുടിക്കാൻ കഴിയുന്ന തരത്തിൽ കുടിക്കുന്നതിന് വേണ്ടി അത് നാം ഊതി കുടിക്കാറുണ്ട്. അതിനെ ചൂടകറ്റാൻ വേണ്ടി അതിലേക്ക് ശ്വാസം വിടാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഹാ യതനഫസ ഫിൽ ഇനാഇ വയുൻഫഖ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു, അയുതനഫസ ഫിൽ ഇനാ, പാത്രത്തിലേക്കും ഗ്ലാസിലേക്കും നിങ്ങൾ ഊതുന്നതിന് നബി തങ്ങൾ നിരോധിച്ചു അത്രേ. വയുൻഫഖ ഫീഹി, അതിന്റെ ചൂട് മാറുന്നതിന് വേണ്ടി വെള്ളം എടുത്തിട്ട് ചായ എടുത്തിട്ട് ഊതി കുടിക്കുന്ന സംസ്കാരമുണ്ടല്ലോ. ഭക്ഷണം, ചൂടുള്ള ഭക്ഷണം എടുത്തിട്ട് അതിന്റെ ആവി മാറുന്നതിന് വേണ്ടി അത് ഊതി കഴിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നിരോധിച്ച കാര്യം അതാണ്. ഒരിക്കലും ഊതി കുടിക്കരുത്. ഇന്നും എത്രയോ സഹോദരങ്ങൾ ചായ എടുത്താൽ ചൂട് മാറുന്നതിന് വേണ്ടി ഊതി ഒറ്റ കുടിപ്പ.
എന്റെ പ്രിയപ്പെട്ടവരെ, നാമും കുടിക്കരുത്, നമ്മുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ സംസ്കാരം ശാസ്ത്രം വികാസം പ്രാപിക്കാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു, നാം പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് നമ്മുടെ പാത്രത്തിലും നമ്മുടെ ഭക്ഷണത്തിലുമായി കൂടി ചേരുമ്പോൾ അത് മാരകമായ രോഗത്തിന് കാരണമാണ് എന്ന് വൈദ്യശാസ്ത്രം ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ ശാസ്ത്രം വികസിക്കാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ച സംസ്കാരം, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നബിത്തങ്ങളുടെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ അതിനെ നിരോധിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ വലിക്ക് നിങ്ങൾ കുടിക്കരുതേ. റസൂലുള്ളാഹിയുടെ നിർദ്ദേശമാണ്, റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ തശ്റബു വാഹിദൻ കശ്റുബിൽ ബഈർ. ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ ഒറ്റ മടക്കായിട്ട് നിങ്ങൾ കുടിക്കരുതേ. വലാകിൻ ഇശ്റബു മത്നാ വസുലാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭയങ്കരമായ പിന്നെ കഠിനമായ ചൂടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പണി ജോലി ചെയ്തിട്ട് വളരെ ദാഹാർത്ഥനായി കടന്നു വരികയാണ്. നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിലുള്ള വെള്ളം ഒന്ന് കിട്ടിയാൽ 1 സെക്കൻഡ് കൊണ്ട് വലിച്ചു കുടിക്കാനുള്ള മോഹം നമുക്കുണ്ട്. അത്യാർത്തിയോടുകൂടി 1 ലിറ്റർ ആയാലും 2 ലിറ്ററിന്റെ ബോട്ടിലായാലും ഒരു നിൽപ്പിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഇരിപ്പിൽ നിന്നും വലിച്ചു കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എത്ര ദാഹമുണ്ട് എങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ ഓർക്കണേ. നമ്മുടെ ആരോഗ്യ മേഖലയുടെ നമ്മുടെ കൃത്യമായ ആരോഗ്യം നൽകുന്നതിന് കാരണമാണ്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്? ലാ തശ്റബു വാഹിദൻ കശ്റുബിൽ ബഈർ. ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കരുതേ. ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ ഒറ്റ വലിക്ക് നിങ്ങൾ കുടിക്കരുതേ. വലാകിൻ ഇശ്റബു മസ്നാ വസുലാസ്. നിങ്ങൾ 2 3 മടക്കുകളായിട്ട് നിങ്ങൾ കുടിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒറ്റ വലിക്കങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന കോട്ടം വൈദ്യശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. നിർത്തി കുടിക്കണേ. കുടിക്കുക, എടുക്കുക. മാത്രമല്ല, ഒറ്റവലിക്ക് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വെള്ളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു തആല നമ്മെ എത്തിക്കുമാറാകട്ടെ, ചേർക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിന്റെ സംസ്കാരമായിട്ട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇജ്തമിഉ അലാ തുആമികും വദ്കുറു സ്മല്ലാഹി അസ്സ വജൽ യുബാരികു ലക്കും ഫീ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. നമ്മുടെ വീട്ടിൽ നിന്നും അന്യം നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ നിന്നും പുറങ്കാല് കൊണ്ട് പടിക്ക് പുറത്തേക്ക് മാറ്റപ്പെട്ട ഒരു സംസ്കാരമാണ് പ്രിയപ്പെട്ടവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കില്ല, മക്കളും ബാപ്പയും ഒരുമിച്ചിരിക്കില്ല, മക്കളും ഉമ്മയും ഒരുമിച്ചിരിക്കില്ല, വാപ്പയും മക്കളും ഒരുമിച്ചിരിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, ഇജ്തമിഉ അലാ തുആമികും. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. വദ്കുറു സ്മല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ നാമം നിങ്ങൾ ഉരുവിടണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും സഹോദരിമാരും മക്കളും കൂടി ചേർന്ന് നിങ്ങൾ ഒരു ടീപ്പയിലോ അല്ലെ ഒരു മേശയിലോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ തറയിലോ സുപ്രവിരിച്ചോ നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിങ്ങൾ ബിസ്മി പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. യുബാരികു ലക്കും ഫീ. അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് ആദരവായ നബിയുനാ വഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ആ ഒരു സംസ്കാരം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ മക്കളൊന്ന് വഴിതെറ്റുമായിരുന്നില്ല. കാരണം ബാപ്പയും ഉമ്മയും തമ്മിൽ ഒരുമിച്ചിരിക്കുക, മക്കളും അവരുമായി ഒരുമിച്ചിരിക്കുക, എന്ന് സ്കൂളിൽ നടന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പലരുമൊക്കെ പറയാറുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കഴിക്കണേ എന്ന് പറയാറുണ്ട്. ഗസാലി ഇമാമിനെ പോലുള്ള മഹത്തുക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോ
മിണ്ടരുതേ എന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട്. മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കേണ്ടത്, അത് സംസാരിച്ച് കഴിക്കണം. എങ്ങനെയാ സംസാരിച്ച് കഴിക്കണം? അയലത്തെ ഇത്തയുടെ അല്ലെ അങ്ങോട്ടുള്ള ടൂറും ഇവിടുത്തെ ഇക്കയുടെ യാത്രയും അതൊന്നുമല്ല പറയേണ്ടത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ആരെക്കുറിച്ചും പരദൂഷണവും ഏഷണിയും കളവും ഒന്നുമല്ല പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ സംസാരിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. എങ്ങനെയാ സംസാരിക്കേണ്ടത്? മഹത്തുക്കൾ അല്ലാഹുവിന്റെ റസൂലുമാര്, പ്രവാചകന്മാര്, സ്വഹാബ, ഔലിയാക്കൾ, അംബിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അവരുടെ ചരിത്രം നിങ്ങൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അത്തരത്തിലുള്ള ഗുണപാഠകരമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ അവർ സ്കൂളിലേക്ക് ഇന്ന് എന്ത് ചെയ്തു എന്ന് അവരോട് ചോദിക്കാമല്ലോ. ഇന്ന് എവിടേക്ക് പോയി എന്ന് ചോദിക്കാമല്ലോ. ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് ചോദിക്കാമല്ലോ. ഇത് നമ്മുടെ മക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു വേദിയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാതെ നമ്മുടെ മക്കളെ ഒരുമിച്ച് കിട്ടാറില്ല. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ മക്കൾക്ക് വാപ്പയോട് സ്നേഹമുണ്ടാകും, വാപ്പയ്ക്ക് മക്കളോട് സ്നേഹമുണ്ടാകും, ഉമ്മയ്ക്ക് ബാപ്പയോട് സ്നേഹമുണ്ടാകും, ബാപ്പയ്ക്ക് ഉമ്മയോട് സ്നേഹമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരസ്പരം അന്ന് വാങ്ങുന്ന മീനിന്റെ കാര്യം പോലും ചർച്ച ചെയ്യാൻ, അന്ന് എന്ത് വേവിക്കണമെന്ന് പോലും തീരുമാനിക്കാൻ പ്രിയപ്പെട്ടവരെ ആ കൊച്ചു കുടുംബത്തിന് സാധിക്കും. അതാണ് നബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഇജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. അതിൽ അല്ലാഹുവിന്റെ നാമം നിങ്ങൾ പറയണേ. അതിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ആദരവായ നബിയുനാ വ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം പരിശുദ്ധമായ റബീഇന്റെ 12 ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു വിശ്വാസിയുടെ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ജീവിതം മുഴുവനും ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചേർത്ത് പിടിപ്പിച്ചിരുന്ന മഹാനായ സൗബാൻ, ആ മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷവാനായി ജീവിച്ചിരുന്ന പ്രമുഖ സ്വഹാബിയാണ്. ഏതു സമയവും റസൂലിന്റെ കൂടെ ഓരം ചേർന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെ റസൂലിനെ വേർപിരിയാൻ കഴിയാതിരുന്ന സൗബാൻ ഒരു ദിവസം വിഷണ്ണനായി, മുഖം വിവർണാതീതനായി, വിഷമത്തോടുകൂടി വ്യസനത്തോടുകൂടി അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോഴോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, യാ സൗബാൻ, നിനക്കെന്ത് പറ്റി? നിന്റെ ശരീരം മെലിഞ്ഞുണങ്ങിയിരിക്കുന്നുണ്ടല്ലോ, നിന്റെ മുഖത്തിൽ ദുഃഖം തളങ്ങിട്ട് കിടക്കുന്ന കാര്യം എനിക്ക് കാണാമല്ലോ. നിന്റെ ശരീരം വല്ലാത്ത കോലത്തിലായി പോയി സൗബാൻ. എന്തേ, നിനക്ക് രോഗം ബാധിച്ചോ സൗബാനെ? അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, മാലി വജ്ഇൻ വലാ മറദ്, എനിക്കൊരു വേദനയുമില്ല, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു രോഗവും ബാധിച്ചിട്ടില്ല നബിയേ. പക്ഷേ ഞാൻ അങ്ങയുടെ കാര്യമാണ് ഞാൻ ചിന്തിച്ച് നടക്കുന്നത്. എനിക്കെപ്പോഴും അങ്ങയോടൊപ്പം സഹവസിക്കണം യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം എനിക്ക് കൂടണം നബിയേ. ഈ അവസരത്തിൽ ഞാൻ മരിച്ചു പോകുന്ന രംഗമൊന്ന് ഞാൻ ഓർമ്മിച്ചു നബിയേ. അങ്ങ് വഫാത്തായി പോകുന്ന സമയമുണ്ട്, അങ്ങ് പരലോകത്തേക്ക് എത്തുന്ന സമയമുണ്ട്. അക്കാര്യങ്ങളെ സംബന്ധിച്ചാ ഞാൻ ചിന്തിച്ചു പോയത് റസൂലേ. അങ്ങ് പരിശുദ്ധമായ ആ മഹ്ശറയിലേക്ക് എത്തുമ്പോ അങ്ങയുടെ സ്ഥാനമാനങ്ങൾ അമ്പിയാക്കളോടൊപ്പം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. എനിക്ക് അങ്ങയോടൊപ്പം കൂടാൻ കഴിയില്ലല്ലോ, ഞാൻ പ്രവാചകനല്ലല്ലോ, എനിക്ക് അങ്ങയോടൊപ്പം കൂടാൻ കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു വിഷമത്തോടു കൂടി പറയുന്നു, മാത്രമല്ല നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിലെങ്ങാനും അല്ലാഹു സ്ഥാനം നൽകിയാൽ ഏറ്റവും പദവി കുറഞ്ഞ സ്ഥാനമായിരിക്കും റസൂലേ എനിക്ക് ലഭിക്കുന്നത് യാ നബി അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ,
അങ്ങ് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തായിരിക്കും. അള്ളാഹു എനിക്ക് ഔദാര്യം കൊണ്ട് സ്വർഗം തന്നാലോ ആ സ്വർഗത്തിന്റെ ഏറ്റവും പദവി കുറഞ്ഞ സ്ഥാനത്ത് ഞാനായിരിക്കുമല്ല നബിയേ. അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാൻ, അങ്ങയെ കാണാൻ, അങ്ങയെ ഒന്ന് സംസാരിക്കാൻ, അങ്ങയോടൊപ്പം ഒന്ന് ഇരിക്കാൻ എനിക്ക് സാധ്യമല്ലല്ലോ റസൂലേ. അത് സ്വർഗം കിട്ടിയാൽ പോലും ഇനി എനിക്കങ്ങാണം അല്ലാഹു സ്വർഗം നൽകിയിട്ടില്ലെങ്കിലോ എന്റെ ജീവിതത്തിൽ ആ പാരത്രികമായ ലോകത്ത് നബിയേ എനിക്കൊരു സമയത്ത് പോലും ഒരു കാലഘട്ടത്തിൽ പോലും അങ്ങയെ ഒന്ന് ദർശിക്കാൻ പോലും എനിക്ക് സൗഭാഗ്യം ലഭിക്കില്ലല്ലോ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വിതുമ്പി പൊട്ടുകയാണ് സൗബാൻ റളിയല്ലാഹു തആല അൻഹു. ഇത് കേട്ടപാടെ നസലുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മേൽ അല്ലാഹു തആല സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. നസലുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നു. നബിയേ അങ്ങ് സൗബാനെ സമാധാനിപ്പിക്കണം നബിയേ. വമൻ യുതിഇല്ലാഹ വറസൂൽ ആരൊരുവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് വഴിപ്പെടുന്നുണ്ടോ അവർക്കൊരു ടെൻഷൻ ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ നഷ്ടപ്പെട്ടാലും കുടുംബം നഷ്ടപ്പെട്ടാലും അവന്റെ മക്കൾ നഷ്ടപ്പെട്ടാലും സമ്പാദ്യം മുഴുവനും തകർന്നാലും ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിപ്പിച്ച് തുന്നിപ്പിടിപ്പിച്ചു കഴിഞ്ഞാൽ ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. സൗബാൻ അങ്ങാരോടൊപ്പമാണെന്നറിയോ? മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം അല്ലാഹു അനുഗ്രഹം ചെയ്ത മിനൻ നബിയ്യീൻ നബിമാരോടൊപ്പമായിരിക്കും, സിദ്ദീഖീങ്ങളോടൊപ്പമായിരിക്കും, വശുഹദാഇ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് അവന്റെ ശരീരത്തിൽ വെട്ടേറ്റ് മരിച്ചു വീണ ശുഹദാക്കളുണ്ടല്ലോ ആ ശുഹദാക്കളോടൊപ്പമായിരിക്കും, വസ്വാലിഹീന അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ സ്വർഗത്തിലേക്ക് എത്തുന്ന സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും. സൗബാനെ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് റസൂലിനോടൊപ്പം ചേർന്നിരിക്കാം, അമ്പിയാക്കളോടൊപ്പം ചേർന്നിരിക്കാം, സ്വാലിഹീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം ചേർന്നിരിക്കാം. സൗബാൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആ സുഹൃത്ത് ബന്ധം എത്രയോ മെച്ചമായിരിക്കുന്നു സൗബാൻ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മേൽ നസലുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നായിട്ടിറക്കി കൊടുത്തു സൗബാനെ സന്തോഷിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസി നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന് തന്റെ പ്രവാചക പ്രണയം കൊണ്ട് തന്റെ വീടിന്റെ മുന്നിൽ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബാനർ കെട്ടിയതിന്റെ പേരിൽ എഴുതി പിടിപ്പിച്ചതിന്റെ പേരിൽ യോഗി ആദിത്യനാഥിന്റെ ആ ക്രൂരമായ പോലീസുകാര് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു വിശ്വാസി ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് അവന്റെ വർത്തമാനത്തിലും അവന്റെ വാക്കിലും അവന്റെ പ്രവർത്തനങ്ങളിലും ആ പ്രവാചക സ്നേഹം തുളുമ്പി അത് പരിപൂർണമായി പ്രവാചകാരുണ അനുരാഗത്തിന്റെ പ്രണയമായി പൂത്തുലയാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാകണം. അവന്റെ പ്രവർത്തനത്തിലും അവന്റെ വാക്കുകളിൽ മാത്രമല്ല അവന്റെ പ്രവർത്തനങ്ങളിലും അത് ചേർത്തെഴുതാൻ ചേർത്ത് പിടിപ്പിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.